തിരുവിളയാടൽ പുരാണത്തിലെ രസകരമായ മറ്റൊരു സുന്ദരേശ ലീലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വംശചൂഡാമണി എന്ന് പറയുന്ന ഒരു രാജാവ് മധുരാപുരിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് മധുരാപുരി സമ്പൽ സമർത്ഥമായിരുന്നു, ഐശ്വര്യപൂർണമായിരുന്നു. അദ്ദേഹം ഒരു ഉദ്യാനം സ്ഥാപിച്ചു. അതിൽ നിറയെ ചെമ്പക പുഷ്പങ്ങളും അതേപോലെയുള്ള പുഷ്പങ്ങളും നിറഞ്ഞ് വിലസിയിരുന്നു. ഈ പുഷ്പങ്ങൾ കൊണ്ട് രാജാവ് എല്ലാ ദിവസവും സുന്ദരേശദേവനെ പൂജിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെ സുന്ദരേശനെ പൂജിക്കാൻ വേണ്ടി ഈ പൂന്തോട്ടം അദ്ദേഹം നിരന്തരം പരിപാലിച്ചു പോന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ഈ പൂന്തോട്ടം എപ്പോഴും പരിപാലിച്ചുകൊണ്ട് നടന്നിരുന്നത്. പലപ്പോഴും അവർ വിശ്രമ സമയങ്ങളിൽ ഈ പൂന്തോട്ടത്തിൽ വന്നിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പൂന്തോട്ടത്തിൽ രാജാവും വംശചൂഡാമണി എന്ന രാജാവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പൂന്തോട്ടത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം എങ്ങനെയൊരു സുഗന്ധം അവിടെ പരന്നു. ഈ സുഗന്ധത്തിൻ്റെ ഉറവിടം ഏതാണെന്ന് രാജാവ് പൂന്തോട്ടം മുഴുവനും അന്വേഷിച്ചു നടന്നു. അപ്പോൾ ചെമ്പകപ്പൂക്കളുടെ സുഗന്ധം, അതുപോലെ അവിടെ വിരിയുന്ന പൂക്കളുടെ സുഗന്ധമെല്ലാം രാജാവിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്നാൽ താൻ ശ്വസിക്കുന്ന ഈ ശ്വാസത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു പ്രത്യേക സുഗന്ധം വന്നു നിറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഈ സുഗന്ധത്തിൻ്റെ ഉറവിടം ഏതാണെന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം ആ സുഗന്ധത്തിൻ്റെ പിന്നാലെ നടന്ന് അവസാനം കണ്ടെത്തി അത് തൻ്റെ ഭാര്യയുടെ തലമുടിയിൽ നിന്നുണ്ടാകുന്ന ഗന്ധമാണെന്ന് മനസ്സിലാക്കി. സ്വന്തം ഭാര്യയുടെ കേശത്തിൽ നിന്നുണ്ടാകുന്ന ഈ സുഗന്ധമാണ് തനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പിന്നീട് സംഘമണ്ഡപം എന്ന് പറഞ്ഞൊരു മണ്ഡപമുണ്ട്. അതായത് സംഘകവികളുടെ ഒരു കൂട്ടായ്മ, അതാണ് സംഘമണ്ഡപം. സംഘകാലത്ത് വളരെ പ്രശസ്തരായിരുന്ന സംഘം കവികളുണ്ടായിരുന്നു. ഈ സംഘം കവികളുടെ ഒരു കൂട്ടായ്മയാണ് സംഘം മണ്ഡപത്തിൽ ഉള്ളത്. അവരോട് പറഞ്ഞു, ഞാൻ ഒരു മനസ്സിൽ എൻ്റെ ഒരു ചിത്രമുണ്ട്, അത് നിങ്ങൾ കവിതയാക്കി മാറ്റുക. എൻ്റെ മനസ്സിൽ വന്നൊരു വികാരമുണ്ട്, ആ വികാരം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളതിനെ കവിതയാക്കി മാറ്റുക. എന്നിട്ട് അദ്ദേഹം അന്നത്തെ സ്വർണ്ണനാണയങ്ങളടങ്ങിയ ഒരു പണക്കിഴി അവിടെ സമർപ്പിക്കുകയും ചെയ്തു. ആരാണോ ഏറ്റവും നല്ല കവിത, എൻ്റെ മനസ്സിലെ വികാരം എന്താണോ അതിനെ പ്രതിഫലിപ്പിക്കുന്ന കവിത, ഏത് സംഘം കവിയാണോ എഴുതിയത്, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഏത് കവിയാണോ എഴുതിയത്, ആ കവിക്ക് ഞാൻ ഈ പണക്കിഴി സമ്മാനമായി നൽകും. അങ്ങനെ സംഘം കവികളെല്ലാം തന്നെ കവിതകൾ എഴുതി. പക്ഷേ ഈ കവിതകളൊന്നും രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. ആ കൂട്ടത്തിൽ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ യുവാവ് സുന്ദരേശൻ എന്ന പേരോട് കൂടിയ തന്നെ യുവാവാണ്. സുന്ദരേശനെ നിരന്തരം ഭജിച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആ മകന് സുന്ദരേശൻ എന്ന് തന്നെ പേരിട്ടിരുന്നു. ആ സുന്ദരേശന് അപ്പോൾ മനസ്സിൽ ഒരു കവിത തോന്നുകയാണ്. അത് വേഗം പത്രത്തിലെഴുതി ആ സംഘകവികളുടെ കൂട്ടത്തിൽ കാണിച്ചു. അവർ പറഞ്ഞു, ഈ കവിത ശ്രേഷ്ഠമായിരിക്കുന്നു, നമുക്ക് ഈ കവിത രാജാവിൻ്റെ കയ്യിൽ കൊടുക്കാം. അപ്പോൾ മറ്റെല്ലാ കവികളും പരാജയപ്പെട്ടിരുന്നു. അവരെഴുതിയ കവിതകളെല്ലാം തന്നെ രാജാവിനെ ചൊല്ലിക്കേൾപ്പിച്ചപ്പോൾ ഇതല്ല ഞാൻ മനസ്സിൽ കരുതിയ വികാരമെന്ന് പറഞ്ഞെല്ലാം തള്ളിക്കളഞ്ഞു. അവസാനം ഈ യുവാവ് എഴുതിയ കവിത പത്രത്തിൽ
എഴുതിയിട്ട് ഈ സംഘം കവികൾ ഈ യുവാവിനെയും കൊണ്ട് രാജസന്നിധിയിലേക്ക് പോയി. സംഘം കവികൾ പറഞ്ഞു, ഈ യുവാവിനോട് പറഞ്ഞു കവിത വായിക്കുക. അങ്ങനെ താൻ പത്രത്തിൽ എഴുതിയ ആ കവിത വായിച്ചു ആ ചെറുപ്പക്കാരൻ. ആ കവിത ഇതാണ്: അല്ലയോ വണ്ടേ സകല പുഷ്പങ്ങളുടെ നല്ല സുഗന്ധത്തെ അറിയുന്നുവല്ലോ നീ, വല്ലഭ തന്നെ കേശബന്ധത്തോട് തുല്യമാം സുഗന്ധം ഇത് എവിടെ നിന്നെന്ന് ചൊല്ലൂ എന്ന് പറയുകയാണ്. ഈ കവിത കേട്ടപ്പോൾ രാജാവ് സന്തോഷിച്ചു. തൻ്റെ മനസ്സിലുണ്ടായ അതേ ചിന്തകളെയാണ് ഇവിടെ ഈ ചെറുപ്പക്കാരൻ കവിതയാക്കി സംഘമണ്ഡപത്തിൽ സമർപ്പിച്ചത് എന്ന് മനസ്സിലാക്കി. രാജാവിന് വളരെ സന്തോഷം തോന്നി. രാജാവ് പറഞ്ഞു, ഇതുതന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ച വികാരവും, അതുകൊണ്ട് ഈ പണക്കിഴി നീ സ്വന്തമാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് സംഘമണ്ഡപത്തിൽ ചെന്ന് പണക്കിഴി സ്വന്തമാക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാരനും മറ്റ് സംഘം കവികളും കൂടെ ചെന്നു. അപ്പോൾ സംഘമണ്ഡപത്തിൽ പണക്കിഴി ഇരിക്കുകയാണ്. ആ പണക്കിഴി എടുക്കാൻ നേരത്ത്, യുവാവ് എടുക്കാൻ നേരത്ത്, ആ കൂട്ടത്തിലുണ്ടായിരുന്ന നക്കീരൻ എന്ന് പറഞ്ഞ ഒരു കവി ഈ ശ്ലോകത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. നക്കീരൻ പറഞ്ഞു, കേശത്തിന് സ്വാഭാവികമായ ഗന്ധമില്ല, അതുകൊണ്ട് ഈ യുവാവിൻ്റെ കവിതയ്ക്ക് അർത്ഥദൂഷണം എന്നൊരു ദോഷമുണ്ട്. ഈ കവിത നല്ലതല്ല, ഈ കവിതയ്ക്കൊരു ദോഷമുണ്ട്, അർത്ഥദൂഷണം. എന്താണ് ഈ അർത്ഥദൂഷണം? അർത്ഥദൂഷണം എന്ന് വെച്ചാൽ അർത്ഥത്തിന് പരിമിതി, ദൂഷണമുണ്ട്, തെറ്റായ അർത്ഥമാണിത് കൽപ്പിച്ചിരിക്കുന്നത്. അതായത് കേശത്തിന് ഒരിക്കലും ഗന്ധമില്ല. അപ്പോൾ ആ സമയത്ത് അവിടെയുണ്ടായ മറ്റൊരു കവി ഇതിനെ വിമർശിച്ചുകൊണ്ട് ഈ യുവകവിയുടെ കവിതയാണ് ശ്രേഷ്ഠം, അതിൽ ഒരു അർത്ഥദൂഷണവുമില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് വീണ്ടും വന്ന് അതിനെ സമർത്ഥിച്ചു. അതായത് യുവതികളിൽ 4 തരക്കാരുണ്ടത്രേ. കാമശാസ്ത്രത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. യുവതികൾ, സ്ത്രീകൾ ഏതൊക്കെ തരത്തിലുള്ളവരാണെന്ന്. അതിൽ ഒരു തരത്തിലുള്ള സ്ത്രീകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പത്മിനി വിഭാഗത്തിൽപ്പെടുന്നു. പത്മിനി വിഭാഗത്തിൽപ്പെടുന്നു. അതുപോലെ പ്രൗഢ വിഭാഗത്തിൽ, അങ്ങനെ 4 ടൈപ്പ് സ്ത്രീകളുണ്ടത്രേ. കാമശാസ്ത്രത്തിലുള്ളതാണിത്. അതിൽ മറ്റ് വിഭാഗങ്ങളുടെ പേര് ഞാൻ മറന്നുപോയി, പ്രൗഢയുടെ പേര് മാത്രമേ ഇപ്പം ഞാൻ ഓർക്കുന്നുള്ളൂ. അതിൽ പത്മിനി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണിത് എന്നും അതുകൊണ്ട് സ്വാഭാവികമായി പത്മിനിയുടെ സുഗന്ധം അവിടെ കേശത്തിനുണ്ടാകുമെന്നും ഈ കവി പറഞ്ഞു. അപ്പോൾ നക്കീരൻ എന്ന് പറഞ്ഞ ആ എതിർ ശബ്ദം പുറപ്പെടുവിച്ച ആൾ കവി പറഞ്ഞു, ഇത് ശരിയല്ല. ഒരു സ്ത്രീയുടെ തലമുടിക്കും അതിൻ്റേതായ സ്വന്തമായ സൗരഭ്യമില്ല. ഇത് കേട്ടപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന കവി പറഞ്ഞു, അദ്ദേഹം സുന്ദരേശഭക്തൻ കൂടിയാണ്. സുന്ദരേശഭക്തനായ ആ കവി സുന്ദരേശൻ എന്ന യുവകവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗൗരിയുടെ തലമുടിക്ക്, അതായത് പാർവതീദേവിയുടെ തലമുടിക്ക് എങ്ങനെയാണ് സുഗന്ധമുണ്ടാകുക എന്ന് ചോദിച്ചു. കവികൾ അങ്ങനെയാണല്ലോ വർണ്ണിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ നക്കീരൻ പറഞ്ഞു, അത് വെറും ഭാവനയാണ്, അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. അതുകൊണ്ട് ഗൗരിയുടെ തലമുടിക്കും സൗരഭ്യമില്ല. ഇത് പറഞ്ഞപ്പോൾ അവിടെ
പ്രധാനപ്പെട്ട ഒരു വ്യക്തി കടന്നു വരുന്നു. അദ്ദേഹം സാക്ഷാൽ സുന്ദരേശനാണ്. തൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടപ്പോൾ ഈ സുന്ദരേശൻ തന്നെയാണ് നേരിട്ട് ഹാജരായി സുന്ദരേശ രൂപത്തിൽ തന്നെ വന്ന് ആ നക്കീരനോട് മറുപടി പറയുകയാണ്. ഇതാ നോക്കൂ, ആ രംഗം ഇതാണ്. സുന്ദരേശൻ കോപത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഇപ്രകാരം പറയുവാൻ തുടങ്ങി. സർവജ്ഞത്വം തുടങ്ങിയ ഗുണങ്ങൾ പോലെ തന്നെ ഗന്ധാദി ഗുണങ്ങളും സർവമാതാവായ ഗൗരിക്ക് സ്വതസിദ്ധമാണ്. വേദങ്ങൾ ചിൽ പുഷ്പ കേശി എന്നല്ലേ ദേവിയെ വാഴ്ത്തുന്നത്. അപ്പോൾ പരിപൂർണനും സച്ചിദാനന്ദരൂപിണിയും പരാശക്തിയും അവ്യയുമാണ്. ഇത് കേട്ട് സംഘകവികളെല്ലാം അങ്ങനെ എന്ന് തന്നെ പറഞ്ഞു. ഉത്തരം മുട്ടിപ്പോയ നക്കീരൻ വിവശനായി തീർന്നു. അങ്ങനെ അയാൾ പരാജയം സമ്മതിക്കുകയും അങ്ങനെ യുവകവി ആ പണക്കിഴി സ്വന്തമാക്കുകയും ചെയ്തു. ഇതാണ് ഈ കഥയിലൂടെ അഗസ്ത്യ മഹാമുനി വിവരിക്കുന്നത്. അപ്പോൾ ഇവിടെ കവിത എഴുതാൻ ഈ സുന്ദരേശന് സാമർഥ്യം കൊടുത്തത് ആരാണ്? സാക്ഷാൽ സുന്ദരേശനാണ്. അപ്പോൾ കവിത്വസിദ്ധി മാത്രമല്ല, ഇവിടെ കവിത്വസിദ്ധി എന്ന് വെച്ചാൽ എന്താ? സർഗസൃഷ്ടി. സർഗസൃഷ്ടി ചെയ്യുന്ന ആരെയും അനുഗ്രഹിക്കുന്നത് സാക്ഷാൽ സുന്ദരേശനാണ്. അപ്പോൾ ആർക്കാണോ സുന്ദരേശ അനുഗ്രഹമുള്ളത് അവർക്ക് തീർച്ചയായിട്ടും ഈ സർഗസൃഷ്ടി ചെയ്യാൻ കഴിയും. അതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ശിവാനുഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും സർഗാത്മകതയുണ്ടാകും. അതായത് സർഗസൃഷ്ടി ചെയ്യാനുള്ള കഴിവുണ്ടാകും. ഈ അനുഭവം സത്യത്തിൽ ഈ പറയുന്ന നിസാരനായ എനിക്ക് പോലും സുന്ദരേശൻ്റെ അനുഗ്രഹം പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കഠിനമായ തിരുമന്ദിരം വ്യാഖ്യാനിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പാടുപെട്ടു. എൻ്റെ ചെറുപ്പം മുഴുവനും ഞാൻ തിരുമന്ദിരം എന്ന തമിഴ് കാവ്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അതായത് തമിഴ് പഠിച്ച് തമിഴിൽ കവിത വിശദീകരിച്ച് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ വച്ച് വളരെ വളരെ പാട് കഴിച്ച് ചെയ്തതാണ് അതിൻ്റെ ട്രാൻസ്ലേഷനും മറ്റും ചെയ്ത് അതിൻ്റെ വ്യാഖ്യാനം എഴുതിയത്. പക്ഷെ അത് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം പബ്ലിഷ് ചെയ്യാൻ നേരത്ത് DC ബുക്സ് തിരുമന്ദിരത്തിൻ്റെ വ്യാഖ്യാനം മറ്റൊരാളെ കൊണ്ട് വ്യാഖ്യാനിപ്പിച്ച് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അത് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോയി. അങ്ങനെ എൻ്റെ ശ്രമമൊക്കെ പാഴായിപ്പോയി. ഈ പാഴായപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ദുഃഖം തോന്നി. ഇത്രയും പാടുപെട്ടിട്ട് ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കതിൻ്റെ ഫലം കിട്ടിയില്ല. അത് പ്രസിദ്ധീകരിച്ച് കാണാൻ പറ്റില്ല. കവർ വരെ തയ്യാറാക്കിയതായിരുന്നു. എന്നിട്ട് പോലും അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭീമമായ നഷ്ടം വരുമായിരുന്നു പബ്ലിഷ് ചെയ്താൽ. ആ DC ബുക്സിനോടൊക്കെ മത്സരിച്ച് എനിക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. ഏതാണ്ട് 13 വർഷത്തോളം ഞാനത് എൻ്റെ അലമാരിയിൽ അടച്ചു വച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ ഈ ശിവക്ഷേത്രത്തിൽ എന്നെ പ്രഭാഷണത്തിന് വിളിച്ചു. അപ്പോൾ അതിൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞു, മാഷ് വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളത് റിലേ ചെയ്യാം, എന്നിട്ട് അത് ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്ന് കേട്ടുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ കോവിഡിനെ രക്ഷപ്പെടുത്തി ഞാൻ വീട്ടിലിരുന്ന് പറഞ്ഞത് ഒരു പ്രസംഗം നടത്തി. അത് സാക്ഷാൽ രമണ മഹർഷിയെ കുറിച്ചിട്ടായിരുന്നു. രമണ മഹർഷിയുടെ 141ാം ജന്മദിനമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ രമണ മഹർഷിയെക്കുറിച്ച് പറഞ്ഞു. അത് വീട്ടിലിരുന്നാണ് പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എല്ലാവരും കേട്ടു. ചിലരൊക്കെ അതിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അനുഭവം തോന്നി. എന്നാൽ ഞാൻ എഴുതി വെച്ചത് ഇതേപോലെ പറഞ്ഞാൽ മതിയല്ലോ, അപ്പോൾ യൂട്യൂബ് എനിക്കറിയാം, യൂട്യൂബിൽ കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതി പിന്നീട് ഞാൻ യൂട്യൂബിൽ ഇത് പരസ്യപ്പെടുത്താൻ തുടങ്ങി.
അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹൃദ്രോഗിയായി മാറി. ഭയങ്കരമായ ഹൃദ്രോഗം വന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ശ്വാസം മുട്ടലുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഡോക്ടറെ കണ്ടപ്പോൾ അത് രക്തം കട്ട പിടിച്ചിരിക്കുകയാണ് ഹൃദയത്തിൽ. അതുകൊണ്ട് 4 രക്തധമനികളിൽ 3 വെസൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസുണ്ട്. വളരെ ഭയങ്കരമായൊരു സങ്കീർണമായ ഹൃദ്രോഗമാണത്. 3 വെസൽ ഡിസീസ്, TVD എന്ന് പറയുന്ന ഒരു രോഗം. അത് ബാധിച്ചതുകൊണ്ട് ബൈപ്പാസ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പ്രയാസമായിരിക്കുമെന്ന് കരുതി. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷേ ഒരു ശിവദാസനാണ് എന്നെ ഓപ്പറേറ്റ് ചെയ്തത്. അതായത് ശിവൻ്റെ അടിമ. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഇദ്ദേഹം പിന്നീട് എന്നോട് ആ സംഭവം പറയുകയുണ്ടായി. ഡോക്ടർ 3 വയസ്സുള്ളപ്പോൾ ഏതോ മഹാരോഗം പിടിപെട്ടിട്ട്, ഡോക്ടർ ഭാസ്കർ റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 3 വയസ്സുള്ളപ്പോൾ രോഗബാധിതനായ അച്ഛനും അമ്മയും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അദ്ദേഹത്തെ കൊണ്ട് അടിമ കടത്തുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അങ്ങനെ അടിമ കടത്തി. അതിന് ശേഷമാണ് ഈ 3 വയസ്സുകാരൻ കുട്ടിയുടെ രോഗം മാറിക്കിട്ടിയത്. അദ്ദേഹമാണ് ഡോക്ടറായിട്ട് വളർന്ന് എന്നെ ഓപ്പറേറ്റ് ചെയ്തത്. അത് വളരെ വിജയമായിരുന്നു. ചുരുങ്ങിയത് 1 കൊല്ലമെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. 6 മാസമെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആരോഗ്യം കുറേയൊക്കെ തിരിച്ചു കിട്ടി. അപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ അതിനൊരു കാരണമുണ്ട്. അതൊക്കെ ഞാൻ ആ തിരുമന്ദിര വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ തിരുമന്ദിരം കംപ്ലീറ്റ് ചെയ്തു. തിരുമന്ദിരം കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് എൻ്റെ ആഗ്രഹം നിറവേറ്റി. അപ്പോഴാണ് പെരിയ പുരാണത്തെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത്. 16 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ ഈ യൂട്യൂബ് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇതിപ്പോൾ 5ാമത്തേതാണെന്ന് തോന്നുന്നു. 5ാമത്തെ പുസ്തകം കിടക്കുകയാണ്. ഇനി ബാക്കി 11 പുസ്തകങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള ആ മാറ്റർ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അത് നിസ്സാരനായ എനിക്ക് കഴിവ് കിട്ടിയത് ഈ തൊട്ടടുത്തുള്ള പെരുവാരം ശിവക്ഷേത്രത്തിലെ മഹാദേവൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും വഴി നടത്തുന്നത് ഈ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി രഹസ്യമാണ്. ഞാൻ അതുകൂടി നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. അതായത് പെരുവാരം ക്ഷേത്രത്തിൽ ആദിമകാലത്ത് ഒരു ശിവയോഗി നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ആ ശിവലിംഗത്തിനരികിലിരുന്നിരുന്നു. അദ്ദേഹം അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമാധിയായി. ആ സമാധി അവിടെ തന്നെ അമ്പലത്തിന് വടക്ക് വശത്തായിട്ട് ആ സമാധി അദ്ദേഹത്തെ ഇരുത്തി. അത് കഴിഞ്ഞ് പിന്നെ രാജാക്കന്മാരും പിന്നെ പറവൂർ തമ്പുരാനും അങ്ങനെ പല പല രാജഭരണാധികാരികൾ വന്നപ്പോൾ ഈ അമ്പലം പുതുക്കി പണിഞ്ഞു. അപ്പോഴെല്ലാം ഈ സമാധി മണ്ഡപം അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇന്നത് പൂങ്കാവനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ പൂങ്കാവനത്തിൻ്റെ അരികിൽ ഇരുന്നാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും ശിവനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയേണ്ടത് എനിക്ക് ഭഗവാൻ ഈ സമാധിയായ ശിവയോഗി എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാനല്ല ഇതിപ്പോൾ പറയുന്നത്. പെരുവാരം ക്ഷേത്രത്തിൽ സമാധി ഇരിക്കുന്ന ആ ശിവയോഗി എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെ കാര്യങ്ങൾ കിടക്കുന്നു എന്ന്. വളരെ നിസ്സാരനായ എനിക്ക് ഇത്രയും ഇപ്പോൾ 1000 എപ്പിസോഡുകളോളം ആകാറായിട്ടുണ്ട്. ഇനി ഒരു 2000 എപ്പിസോഡുകൾ കൂടിയുള്ള മാറ്റർ എൻ്റെ കയ്യിലുണ്ട്. അതും തമിഴിലും അതുപോലെ സംസ്കൃതത്തിലും മലയാളത്തിലൊക്കെയുള്ള വലിയ വലിയ കൃതികളാണ്. ആരും അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയിരിക്കുന്ന കൃതികളെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നിസ്സാരനായ എനിക്ക് ഇതിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി? 75 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എനിക്ക്. എന്നിട്ടും ഒരു യുവാവിൻ്റെ ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യമനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മധുരിമയനുസരിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നുണ്ട്.
ഇതാരാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഈ സമാധിയായ ശിവയോഗിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിൽ ചെന്ന് ആ സമാധി മണ്ഡപത്തിനടുത്തിരുന്ന് ഞാൻ എല്ലാ ദിവസവും ധ്യാനിക്കാറുണ്ട്, വൈകുന്നേരം കുറേ സമയം. അപ്പോൾ എനിക്ക് പറയേണ്ടതെല്ലാം എന്താണെന്ന് അപ്പോൾ മനസ്സിൽ തോന്നാറുണ്ട്. ഇതെല്ലാം ഞാൻ മുൻകൂട്ടി അത്ര പാടുപെട്ടൊന്നുമില്ല പറയുക. തിരുമന്ദിരം ആയിക്കൊള്ളട്ടെ, പെരിയ പുരാണമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മാണിക്യവാചകരുടെ തിരുവാചകമായിക്കൊള്ളട്ടെ, ഇതൊക്കെ പറയാനുള്ള ശക്തി എനിക്ക് കിട്ടിയത് സത്യത്തിൽ ഈ ശിവയോഗിയിൽ നിന്നാണ്. പെരുവാരം ശിവക്ഷേത്രത്തിൽ സമാധിയിരിക്കുന്ന ഈ ശിവയോഗിയിൽ നിന്നാണ്. ആ സമാധി മണ്ഡപത്തിനടുത്താണ് ഞാനും ഇപ്പോൾ നിരന്തരം ഇരിക്കുന്നത്. ഈ പൂജാമുറിയിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഞാൻ ആ ശിവയോഗിയെ കണ്ടുകൊണ്ട്, എൻ്റെ മുന്നിൽ ആ ശിവയോഗിയെ കണ്ടുകൊണ്ടാണ് ഈ വാക്കുകളെല്ലാം പറയുന്നത്. കൂടുതൽ ഇനി ഒരിക്കലും വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ പറയില്ല. ഇനി സബ്ജക്റ്റ് മാത്രമേ പറയൂ. ആദ്യമായി ഒരുപക്ഷെ ഇനി ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓം ശിവായ നമഃ.